ഹലോ, നമുക്കിന്ന് നല്ല സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് എങ്ങനെ റെഡിയാക്കാൻ നോക്കിയാലോ. ഒരു ഇച്ചിരി പോലും ഓയിലൊന്നും യൂസ് ചെയ്യാതെ. അപ്പോൾ അത് റെഡിയാക്കാൻ നമുക്ക് ആദ്യം വേണ്ടിയത് കുറച്ച് കപ്പയാണ്. കപ്പ ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ക്ലീൻ ചെയ്ത് അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് നമുക്ക് ഇത് ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇത് പുഴുങ്ങാൻ നമുക്ക് അടുപ്പയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബോയിലായി കുക്കായി വരുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെടുത്ത് ഇങ്ങനെ നോക്കാം, അത് വെന്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി ഒന്ന് ആറാൻ വെക്കാം. ആറി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നമുക്കൊരു പൊട്ടാറ്റോ സ്മാഷർ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കണം. എന്നിട്ട് കയ്യിലൊരു ഇച്ചിരി എണ്ണ തടവി കൊടുത്തിട്ട് ചെറിയ ബോൾസ് എടുത്ത് നമുക്ക് ഇതുപോലെ കൈ വെച്ചൊന്ന് പരത്തി എടുക്കണം. മേക്ക് ഷുവർ നമ്മളിത് ഒത്തിരി തിന്നോ അല്ലെങ്കിൽ ഒത്തിരി തിക്കാക്കരുത്, അല്ലെങ്കിൽ ഇത് നമുക്ക് പൊങ്ങി കിട്ടത്തില്ല ഉണ്ടാക്കുന്ന സമയത്ത്. ആ ഒരു പോക്കറ്റിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് അകത്ത് അല്ലെങ്കിൽ കുക്കായി വരത്തില്ല. അപ്പോൾ ഇത് ഒത്തിരി തിന്നായി പോകരുത്, എന്നാൽ ഒത്തിരി തിക്കുവാകരുത്. എന്നിട്ട് നമുക്ക് തവയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഓരോന്ന് വെച്ച് കൊടുത്ത് ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഇച്ചിരി പോലും ഓയിലോ കാര്യങ്ങളോ നമുക്കിതിന് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഒരു ലോ മീഡിയം തീയിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് വേഗത്തും ഇല്ല, ഇത് പൊങ്ങിയും വരത്തില്ല. ഇത് നന്നായിട്ട് പൊങ്ങി വന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു പോക്കറ്റ് റെഡിയായി കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ നല്ല പൊങ്ങി വരുമ്പോഴത്തേക്ക് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിനു വേണ്ടിയുള്ള ഫില്ലിങ്സിന് വേണ്ടി നമുക്ക് എടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ്, കുറച്ച് സവോള, കുറച്ച് ലെറ്റ്യൂസ്, അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മളൊരു ഇച്ചിരി ഉപ്പും കുരുമുളകും ഇട്ടാണ് കുക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് മയോണീസും അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ടൊപ്യോക്ക പോക്കറ്റ് നമുക്കതെടുത്ത് ഇതുപോലെ ഒന്ന് സ്ലിറ്റ് ചെയ്ത് ഇതിനകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് എല്ലാം വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൊപ്യോക്ക പോക്കറ്റ് എന്ന് പറഞ്ഞ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ ഈസി ആൻഡ് സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് അല്ലേ. ഐ ഹോപ്പ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.